ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, കാൽ കപ്പ് പഞ്ചസാര. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനിയാണ് നമ്മളിതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ദോശയുടെ മാവ്. 1/2 കപ്പ് ദോശമാവാണ് ഞാനിതിൽ ചേർക്കുന്നത്. അപ്പത്തിൻ്റെ മാവാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർക്കുന്നതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിക്ക് ബാറ്ററാക്കി എടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോശമാവിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സിൽ വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് അടുത്തായി വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 പഴമാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഇത് കുറച്ച് നേരമൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണിത്. നിങ്ങൾ ഇതുവരെ ബനാന ഫ്രൈ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ബനാന ഫ്രൈയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്